അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമഴ. ഇവിടെ ഇപ്പോഴാണ് ഒന്ന് തോർന്നു നിൽക്കുന്നത്. മഴ തോരാതെ ഒരു പരിപാടി നടക്കുകയില്ല. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം വഴി ഭയങ്കര തെറ്റിലായിട്ട് ഓട്ടോ കയറി വരുന്നുമില്ല, വന്നാൽ തന്നെ ആളില്ലാണ്ട് ഇറങ്ങിപ്പോവും. ആളെ വെച്ചുകൊണ്ട് കയറി വരത്തുമില്ല, പോത്തുമില്ല. അപ്പോൾ ഈ വഴി കൂടെ അമ്മ കയറി ഇറങ്ങി നടക്കാൻ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെയിൽ വരുന്നു, ചുമ്മാ വെറുതെ വെട്ടം തെളിച്ചിട്ട് തിരിച്ചു പോകത്തേ ഉള്ളൂ. അയ്യോ, സേത്തോട്ടിലെ അവസ്ഥ കണ്ടില്ലേ? ഫാമിലെല്ലാം വെള്ളം കയറി ആകെ നാശമായി. ഇനിയിപ്പോൾ എത്ര ദിവസം എടുത്താലെന്ന് അറിയാം എല്ലാം ഒന്ന് പഴയ പടുതിയാവുന്നത്. കുറേ താറാവും കുഞ്ഞുങ്ങൾ ചത്തുപോയി. ഓരോ വഴിക്കും ഇങ്ങനെ ഓരോന്നുണ്ടാവും. ഇവിടെ വെള്ളം കയറുമെന്നുള്ളൊരു പേടിയില്ല, എനിക്ക് ഇത്രയും കയറ്റമുള്ളതായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ്. ആ കിണറിൽ റിങ് ഇട്ടിട്ടുണ്ട്. റിങ്ങിന് മേലെ വെള്ളം എത്തി. ഇനിയിപ്പം അടുപ്പിച്ച് 2-3 മഴ ആവുകയാണെങ്കിൽ കിണറും നിറയും, കിണറ്റിൽ നിന്ന് വെള്ളം നേരെ പെരയ്ക്കകത്തോട്ട് കയറുകയും ചെയ്യും. എന്തോ ചെയ്യാനറിയാതെ ഇങ്ങനെ മഴ നിൽക്കുവാണെങ്കിൽ നല്ല പണി കിട്ടും. അതുപോലെ കിണറിൻ്റെ ബാക്ക് സൈഡിൻ്റെ അടുത്ത മണ്ണെല്ലാം കൂടി ഇടിഞ്ഞ് വീണിട്ട് അത് അങ്ങനെ കിടക്കുന്നു. പേടിയാണ്. നേരത്തെയൊക്കെ ഒരു മഴ പെയ്യുമ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പം മഴ കാണുമ്പോൾ പേടിയാണ്. മഴ കാണുമ്പോൾ സന്തോഷമൊക്കെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. ഭയങ്കര പേടിയാണ് മഴ. അതുപോലെ ഉണ്ടല്ലോ, വെളുപ്പിന് ഒരു 4 മണി 4:15 ആയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒച്ചപ്പാട്. എൻ്റെ ഫോണ്, അമ്മയുടെ വേറൊരു ഫോണും കൂടെ ഉണ്ട്, അതും കൂടെ കിടന്ന് കാറി കൂവുക, സൈറൻ. ഞാൻ ഓർത്ത് ദൈവമേ എല്ലാം കൂടെ പോകാറായോ. സത്യമായിട്ട് ആ ഒരു സമയത്ത് ഒന്നാതെയോ നല്ല ഉറങ്ങി കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെവി 2 പൊത്തി പേടിച്ചിട്ട് ഞാൻ ഓർത്ത് എന്തേലും വന്നു, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിന്ന്, പിന്നെ അതിരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. ഇത്ര മണിക്കൂർ ഇത്ര ശക്തമായ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഒരു സമയത്തെല്ലാം അങ്ങ് നിന്നുപോയി. നമ്മൾ പറയുമ്പോൾ ഒക്കെ തമാശയാണ്, പക്ഷെ ഓരോരുത്തർക്ക് ഓരോന്ന് വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എന്തായാലും എല്ലാവരും നല്ലോണം സേഫായിട്ടിരിക്കുക കേട്ടോ, സേഫായിട്ടിരിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലമാണ്, ഒന്നും നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടൂല. അതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിയമ്മയുടെ കാര്യം എങ്ങനെയാണ്, മണിയമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല വേദനയും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും. ഇത്രയും ദിവസം ഇത്രയും തണുപ്പില്ലായിരുന്നു. ഇത് ഇന്നലെയും മെനിഞ്ഞാന്നും കഴിഞ്ഞ 3 ദിവസമായിട്ട് തുള്ളി തോരാതെ, അങ്ങനെ പോലും തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു ഈ 3 ദിവസം. ആ 3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് തീരെ പറ്റുന്നില്ല വെച്ചാൽ രാവിലെ സാധാരണ രാവിലെ വലിയ പ്രശ്നമില്ലാതെ എണീറ്റിരുന്നുണ്ടായിരുന്നു. ഇപ്പം എണീറ്റ് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തറയിലോട്ട് കാല് വെച്ച് എണീറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ വീണേൻ്റേതായിട്ടുള്ള നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇനി ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴി ഒന്ന് ശരിയാക്കണം, അല്ലാതെ നമുക്ക് വേറെ വഴികളൊന്നുമില്ല നമുക്ക് ഇറങ്ങിപ്പോകാൻ. നേരത്തെ ഇത്രയും കയറ്റമില്ലായിരുന്നു വഴിക്ക്. അത് ഈ റോഡ് പണി ചെയ്ത ആൾക്കാർ കുറേ കല്ലിട്ട് പൊക്കി കഴിഞ്ഞപ്പം ഭയങ്കര കുത്തിറക്കം. ഇതിലെ വണ്ടിക്കൊക്കെ പോവുകയാണെങ്കിലും നടക്കുകയാണ്. എനിക്കൊന്നും പിന്നെ നടക്കേണ്ട കാര്യമില്ല, മേളിൽ നിന്ന് അത് താഴെ വരെ ഊർന്നു പൊക്കോളും. പുറകിലിരിക്കുന്ന എന്തോന്നുണ്ടോ, ഇതല്ല മണിയമ്മ, പുറകിലിരിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് വെച്ചേക്കുക. അപ്പോൾ എനിക്ക് മുറ്റാൻ തൊട്ട് വീടിന് ചുറ്റും ഇട്ടിട്ട് വേണം എനിക്ക് ആ വഴി കയറി നേരെ മേളിൽ നിന്ന് താഴെ വരെ എനിക്കിട്ട് പോകാൻ. ഇട്ടുപോയാൽ മാത്രം പോരാ, ചൂലും കൊണ്ട് അടിച്ചടിച്ച് പോകണം, എന്നാലേ അത് അവിടെ പരന്ന് നടക്കുള്ളൂ. ഇനിയും ബ്ലീച്ചിങ് പൗഡർ വെക്കുമ്പോൾ വല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ബ്ലീച്ചിങ് പൗഡർ എന്നുള്ള അന്ന് കണ്ണി ബ്ലീച്ചിങ് പൗഡർ പോയതിന് ശേഷം നല്ല പേടിയാണ്. കിണർ നിറഞ്ഞില്ല, നമ്മുടെ കിണർ ഒരു കാൽഭാഗം കൂടെ ഉണ്ടല്ലേ, ഇച്ചിരി കൂടെ ഉണ്ട്. അതൊരു 3 മഴയും കൂടെ ആകുമ്പോൾ ദൈവമേ മഴ ഇനി അങ്ങനെ പെയ്യില്ല എന്നുള്ള പേടി. മുക്കിയെടുത്താൽ അറിയാം, മോട്ടർ അടിക്കേണ്ട ആവശ്യം വരില്ല. വേണ്ട, പെരക്കകത്തൊന്ന് പോരാ. ഇനി ഇതെവിടെ കയറി പോവാ? ഇതിലേ പോവാ ഇത്? എങ്ങോട്ടാ, എവിടെ പോവാ? അതാ 2 ആൾക്കാരും കയറി അവിടെ ഇരുന്നു. അപ്പം ആശുപത്രിയിൽ പോകണമെങ്കിലും എവിടെയെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ കുറച്ച് നേരം തുറന്ന് നിൽക്കുമായിരുന്നു. എനിക്ക് ഇന്ന് തന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടൊന്ന്, അതെങ്ങനെ ഇട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ മഴ വന്ന് അത്രയും ഒലിപ്പിച്ചുണ്ടെന്ന് പോകും. ഈ തെളിച്ചങ്ങളിലൊന്നും ഇതാവുണ്ട്. അതുപോലെ ഞാൻ താളി വെക്കുന്ന വീഡിയോ കണ്ടിട്ട്, താളിയല്ല മറ്റേ ഉലുവയിട്ട വീഡിയോ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ച് ഞാൻ ഈ ഇത്രയും തടുപ്പത്തിട്ടാണ്. ഇതിപ്പം വലിയ മഴ വരുന്നതിന് മുമ്പുള്ള കേട്ടോ വീഡിയോ. ഞാൻ നേരത്തെ കിടന്ന വീഡിയോ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, അങ്ങനെ ഇട്ടതാ. അപ്പോൾ ഇത്രയും തണുപ്പത്ത് ഇത് തലയിലിടേ വട്ടാണോന്നൊക്കെ കുറേ നേരം ചോദിച്ചിട്ടുണ്ട്. അന്നേരം കുറച്ച് വട്ടൊക്കെ ഉണ്ടായിരുന്നു.
ഒരു കണക്കിന് അതിട്ട് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് കുറേ സമാധാനം. വേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. വേദന നല്ല വേദനയാണ്. കൂടെ ഒരാളില്ലാണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നും അങ്ങോട്ട് ശരിക്കും കൈക്കും കൂടെ അങ്ങ് നീരായ കാരണം കൈ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ അത്യാവശ്യം ചെറിയെങ്കിലും ഒന്ന് കുനിയായിരുന്നു, ഇപ്പം അതും പറ്റൂല. അതാ വീണിട്ട് നീരുണ്ടോ? ചെറിയൊരു സാധനം വെയിറ്റ് പോലും, ചെറിയൊരു പാത്രത്തിൽ, ഒരു കുഞ്ഞു പാത്രത്തിൽ പോലും ഇത്തിരി വെള്ളം എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. അമ്മ അതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്തോ ചെയ്യാൻ? സാരമില്ല, ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. ഒന്ന് ആശുപത്രി പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഈയിടെ ഒരു ദിവസം വണ്ടി അതിലെ കയറാനിട്ട് താഴെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഉള്ള ബുദ്ധിമുട്ട്. ഈ കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റൂല, കയറ്റമായതുകൊണ്ട്. അപ്പോഴത്തേന് ഭയങ്കരമായിട്ട് അങ്ങ് വേദന എടുക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കിടക്കാനേ പറ്റും. അല്ലെ തന്നെ ഒരു തരത്തിൽ കൂടെ ഒന്ന് നടക്കുന്നത്. പിന്നെ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയൊന്ന് പോകുന്നു. ഇപ്പം ഈ അടുപ്പിച്ചുള്ള 2-3 ദിവസത്തെ മഴയായപ്പോൾ തീരെ പറ്റുന്നില്ല, തണുപ്പ്. വണ്ടിയും കയറി വരൂല, വണ്ടിയും കയറാൻ പറ്റൂല. ഓട്ടോക്കാർക്കൊക്കെ സങ്കടം വരും, ചേച്ചി പറ്റത്തില്ല കേട്ടോ, കയറി വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവരും വിഷമം. അവർക്ക് നിവർത്തികേടാ, കാരണം കയറി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടണ്ടേ. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ബാക്കോട്ട് പോവാം, അവരുടെ വണ്ടിക്ക് പണിയാകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഒന്നിച്ച് പണിയാകും. അമ്മ എണീറ്റ് പോയി, ഇരിക്കാൻ വയ്യ കുറേ സമയം. കുറേ സമയം ഇരിക്കാനും വയ്യ, അതുപോലെ കുറേ നേരം കിടക്കാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഇനിയിപ്പം ഞാനങ്ങനെ എവിടെ ഇപ്പോൾ പോകുന്നില്ല, കാരണം അമ്മ എവിടെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്കങ്ങ് പോയി നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇത്രയും മഴയും കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ റെഡ് അലേർട്ടാണ്. ഇവിടെയും പത്തനംതിട്ട ഒക്കെ റെഡ് അലേർട്ടാണ്. ഇന്ന് സ്കൂളൊന്നുമില്ല കുട്ടികൾക്ക്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ടും നമ്മളെ വിളിച്ചന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരും കുറേ പേര്. അതുപോലെ പൈസ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് വന്നു, അമ്മയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ വഴി പറയണേ, എല്ലാ ദിവസവും അമ്മയുടെ ഒരു അപ്ഡേറ്റ് തരണം. കാരണം അവർക്ക് ടെൻഷനുണ്ട് അമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. ഒരുപാട് സന്തോഷം, നമ്മളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാനും പ്രാർത്ഥിക്കാനും ആളുണ്ടെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇവിടെ കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് താനും. എന്തായാലും അമ്മേനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഉടനെ ഞാൻ പോകുന്നില്ല. മഴയൊന്ന് തോരട്ടെ, മഴയൊന്ന് തോർന്ന് കുറച്ചൊക്കെ ഒന്ന് വഴിയെല്ലാം ഒന്ന് ലെവലാക്കി എല്ലാം റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. അതുപോലെ അമ്മേനെ ഈ അവസ്ഥയിൽ അങ്ങോട്ട് കൊണ്ടുപോക്ക് നടക്കുകയില്ല. ഓണത്തിന് കൊണ്ടുപോകണമെന്നുണ്ട്, കൊണ്ടുപോകണം. അപ്പോൾ അമ്മയ്ക്ക് അതിന് മുന്നുള്ള മരുന്നുകൾ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, നടുവേനൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നവർ, അതെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. ഒക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒക്കെ ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ. അതുപോലെ ഓരോ വീഡിയോയിലും താഴെ വന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് വീട് പെയിൻ്റ് അടിച്ചുകൂടെ, അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട്. വീടൊക്കെ പെയിൻ്റ് അടിക്കണം. ഇപ്പം ചെറിയൊരു ടൈറ്റിലാണ്, അത് ലൂസാകുമ്പോൾ ഒക്കെ ചെയ്യും. ലൂസാകുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇനി കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. വീടിൻ്റെ പരിപാടി തട്ടിക്കൂട്ട് തുടങ്ങാനാണെങ്കിൽ ഒരറ്റം തൊട്ട് ഒരറ്റം വരെയുള്ള പണി നടക്കുക. അപ്പം നമുക്ക് വീടെല്ലാം സെറ്റാക്കണം. അതിന് മുന്നേ ഈ ടൈറ്റായതൊക്കെ ഒന്നൊന്ന് ലൂസായി വരട്ടെ, ശരിയാവും. Q&A എടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് Q&A എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ടില്ല. അപ്പോൾ ബാക്കി ആരൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇടുമായിരുന്നെങ്കിൽ അതൊരു സീരീസ് ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് വീഡിയോ ഇടായിരുന്നു. കുറേ പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിനും മറുപടി ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. സൂക്ഷിച്ചിരിക്കുക, സേഫായിട്ടിരിക്കുക, അതൊക്കെ പറയാനുള്ളൂ. ഈ മഴയത്ത് വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ തെളിച്ചമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വഴിയിലിട്ട് തുടങ്ങിയാലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ മഞ്ചേരി ടൗണ് കുറച്ചപ്പുറമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡിലൊക്കെ ഭയങ്കര വെള്ളമാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും റാന്നിയിൽ. പിന്നെ നാട്ടിലാണെങ്കിൽ റാന്നിയിലൊക്കെ വെള്ളമാണ്, വടശ്ശേരിക്കര. പിന്നെ സേത്തോടാണെങ്കിലും അവിടെ ദീപ ചേച്ചിയുടെയൊക്കെ കടയുടെ അവിടെ പാലത്തിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. 2 ദിവസം ഒരു മഴ തോർന്ന് കിട്ടിയായിരുന്നെങ്കിൽ അത്രയും സമാധാനം. ഇപ്പം ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, മഴയൊന്ന് തോരണേന്ന്. കാരണം ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് എന്ത് എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം എൻജോയ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കും. ഈ എടുത്ത ശ്വാസം തിരിച്ചുവിടാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞു കഥ. അല്ലേ കൂട്ടും എൻ്റെ മടിയിരുന്ന് ഉറങ്ങി. അച്ചോ ഉണ്ടോ, ഇതാണ് നാനി.
ഒരുത്തി ഇവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ, രണ്ടുപേര് ഇവരുള്ളതുകൊണ്ട് ഇവരുടെ അലയും വിളിയും ചാട്ടം ഓട്ടോ ഒക്കെ കാണുമ്പോൾ കുറച്ച് സമാധാനമൊക്കെ. നമുക്ക് നമ്മുടെ കാര്യത്തെക്കാളും ടെൻഷൻ നമ്മുടെ കൂടെ ഉള്ളവരുടെ, പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോഴാണ്. എനിക്ക് ടെൻഷൻ ഫുൾ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. അവിടെ പിന്നെയെന്ന് പറഞ്ഞാൽ ഏട്ടനുണ്ട്, ദീപി ചേച്ചി, അവരെല്ലാം ഒന്നിച്ചാന്ന് പറയാം. ഇവിടെ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ ഞാനുള്ളതുകൊണ്ട് എനിക്ക് വലിയ സമാധാനം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുമല്ല ഇപ്പം താഴെ നായില്ല നേരത്തെ താത്തയ്ക്കൊക്കെ കയറി വരാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ വഴി ഇങ്ങനെ കിടക്കുന്നുണ്ട് താത്തയ്ക്ക് തീരെ കയറി വരാൻ വയ്യ. എന്തെങ്കിലും വയ്യാഴിക വന്നു കഴിഞ്ഞാലോ ഒന്ന് വന്ന് നോക്കാൻ പോലും ആരും കാണത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒക്കെ ശരിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ശരിയാവും, ശരിയാവേണ്ട ഇവിടെ പോകാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നോക്കട്ടെ, ഇനി മഴ കുറച്ച് നേരം കൂടെ തോർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ പുറത്തോട്ടിറങ്ങണം, ഒന്നേന്ന് പണിയെടുക്കാനുള്ളതാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചേട്ടാ.